ഉച്ചയ്ക്ക് ചോറിനാൻ വേണ്ടിയിട്ട് ചോറ് പ്ലേറ്റിലേക്കൊക്കെ ആക്കിയതിന് ശേഷമാണ് കേട്ടോ ഒരു കാര്യം ഓർമ്മ വന്ന്. വേറെ ഒന്നല്ല, തലേന്ന് വലിയ ആളായിട്ട് പറഞ്ഞിട്ടായിരുന്നു അമ്മേൻ്റെ അടുത്ത് സോയാബീൻ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി, ഞാൻ ഉണ്ടാക്കിക്കോളാന്ന്. അതൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല. അല്ലറ ചില്ലറ പണികളൊക്കെ കഴിഞ്ഞ് ചോറ് പ്ലേറ്റിൽ വിളമ്പി കുറച്ച് കറി ഒഴിച്ച് അപ്പം നോക്കിയപ്പോൾ സോയാബീൻ കാണാനില്ല. പക്ഷേ അമ്മേൻ്റെ വാക്ക് പാലിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ സോയാബീക്ക് വെള്ളത്തിലിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ടി ഒരു സോയാബീൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കറിയല്ല, ഒരു വരട്ട് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ മുഴുവനോടൊക്കെ ഉള്ളിയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ എടുത്ത് മാറ്റി കേട്ടോ. പക്ഷേ ഇത് വലിയൊരു ടേസ്റ്റുള്ളൊരു വരട്ടായിരുന്നില്ല. കാരണം ഉള്ളിയൊക്കെ ഒരുപാട് വഴറ്റി വരുമ്പോഴല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ ചോറൊക്കെ വിളമ്പി വെച്ചിട്ടാണല്ലോ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു സോയാബീൻ ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അല്ല പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പി കേട്ടോ. കടുകൊക്കെ പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ട് അങ്ങ് മൂപ്പിച്ചെടുത്തിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം കുറച്ച് മുളക് പൊടി കൂടിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചണിൽ കയറിയിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടീൻ്റെ ഒരു എരിവൊക്കെ എത്രയാണെന്ന് അറിയാത്തതുകൊണ്ട് കുറച്ച് തോനെ ഇട്ട്. എനിക്കാണെങ്കിൽ വെളുത്തോണ്ട് നിൽക്കുന്ന മുളക് പൊടി ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതായത് കറി വെളുത്തോണ്ട് നിൽക്കുന്ന ഇഷ്ടമില്ല, മുളക് പൊടിയില്ല, കറി കുറച്ച് വെളുത്തോണ്ട് നിൽക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ച് അധികം ഇട്ടാണ്. കാശ്മീരി ചില്ലി പൗഡറാണ് നല്ലത്, പക്ഷേ അത് ഇവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ തക്കാളിയൊക്കെ ഇട്ട് എനിക്ക് വെയിറ്റ് ചെയ്യാൻ നേരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുക്കർ ഒന്ന് അടച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ഞാൻ നന്നായിട്ട് കുത്തി ഉടച്ചങ്ങോട്ട് ഇട്ടു കേട്ടോ. എന്നിട്ട് ഒരു പൊടികളൊക്കെ അങ്ങോട്ട് ചേർത്തു. എനിക്ക് ഇഷ്ടമുള്ള പൊടികളൊക്കെ ചേർക്കാം കേട്ടോ. മീറ്റ് മസാല, ചിക്കൻ മസാല എന്തെങ്കിലുമൊക്കെ ചേർക്കാം. എൻ്റെത് എന്തായാലും കുറച്ച് ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറച്ചൊന്നും ഇങ്ങനെ എന്താ പറയുക, ഒന്ന് ഒരു കറക്റ്റ് രീതിക്കായിരുന്നില്ലേ, കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. കാരണം ഒരുപാട് വഴട്ടാനോ ഇരിക്കാനോ ഒന്നും ഞാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല, നേരെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു കുത്തുണ്ട് തോന്നി, ഒരു മുളകിൻ്റെ കുത്ത് ഇങ്ങനെ ഫീൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് അത് മൂപ്പിച്ചെടുത്തിട്ട് എന്ത് ചെയ്തു, കുക്കർ അടച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി എന്തിനിപ്പോൾ കുക്കർ അടച്ച് വെക്കണേ, നന്നായിട്ട് മൂപ്പിച്ച് അങ്ങോട്ട് എടുക്കല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ മൂപ്പിച്ച് കുക്കർ ഇങ്ങനെ ഒന്ന് വിട്ട് വരുന്നൊരു ഭാഗമായി. ആ ഒരു കുക്കറിൽ നിന്ന് ആ ഒരു എന്താ പറയുക മസാലയൊക്കെ നന്നായിട്ട് വിട്ട് വരുന്ന ഭാഗമായപ്പം ഞാനത് കുറച്ച് കിഴങ്ങ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് കുറച്ച് സോയാബീൻ കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. സോയാബീൻ ഇട്ട് കൊടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു പണി വാളി എന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ അടിയിൽ കുറച്ച് കായം ഉണ്ടായിരുന്നു. അപ്പോൾ വേറെ ഒന്നുമില്ല, തലേന്ന് നമ്മൾ കുറച്ച് സോയാബീൻ വെള്ളത്തിലിട്ട് വെച്ച് പൊരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കായം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ബാക്കി ഉണ്ടായപ്പം അതും കൂടി കൂട്ടി വെച്ചതാണ് സംഭവം. അതൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ട് 2 വിസിലടുപ്പിച്ചു. 2 വിസിൽ എനിക്ക് നല്ല കുഴന്നിരിക്കണതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് 2 വിസിലടുപ്പിച്ച് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു. ഇതാണ് എൻ്റെ റെസിപ്പി. കുഴപ്പമുണ്ടായിരുന്നില്ല. ഓക്കെ, ബൈ.